സ്പോർട്സ് പിച്ച് പ്രേക്ഷകർക്ക് നമസ്കാരം. CSKയും LSGയും തമ്മിലുള്ള നിർണായക മാച്ച്, മസ്റ്റ് വിൻ മാച്ച്, CSKയെ സംബന്ധിച്ചിടത്തോളം മസ്റ്റ് വിൻ മാച്ച് നാളെ നടക്കാനിരിക്കെ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. CSKയുടെ ഏറ്റവും മികച്ച പ്ലെയേഴ്സിൽ ഒരാളായ ജാമി ഓവർട്ടൺ പരിക്ക് മൂലം പുറത്തു പോകുന്നു. എന്തൊരു വിധിയാണിത്! CSKയെ സംബന്ധിച്ചിടത്തോളം പരിക്കുകളുടെ പിടിയിലാണ് പ്രമുഖ താരങ്ങളെല്ലാം. ആയുഷ് മാത്രയായാലും ഖലീൽ അഹമ്മദ് ആയാലും, അങ്ങനെ തുടർന്നാൽ മഹേന്ദ്ര സിംഗ് ധോണി വരെ പരിക്കിന്റെ പിടിയിലാണ് എന്നാണ് പറയുന്നത്. ആ ഒരു നിരയിലേക്ക് ഇപ്പോൾ ജാമി ഓവർട്ടണും അപ്രതീക്ഷിതമായി എത്തിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആരാണ് ജാമി ഓവർട്ടൺ? CSKയെ സംബന്ധിച്ചിടത്തോളം ആരാണ് ജാമി ഓവർട്ടൺ? CSKയുടെ കാവലാൾ എന്ന് വിളിക്കാം, CSKയുടെ ഗാർഡിയൻ എന്ന് വിളിക്കാം, CSKയുടെ സംരക്ഷകൻ, ദ പ്രൊട്ടക്ടർ എന്ന് വിളിച്ചാൽ പോലും അതിശയോക്തിയില്ല. നമ്മൾ പറയും സഞ്ജു സാംസൺ ആണ്, അല്ലെങ്കിൽ ഋതുരാജ് ഗെയ്ക്വാദ് ആണ്, അല്ലെങ്കിൽ ഉർവിൽ പട്ടേലാണ്. ഇവരാരുമല്ല. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഫീൽഡിങ് കൊണ്ടും തൻ്റെ 100% കൊടുത്ത് ടീമിന് വേണ്ടി അത്രത്തോളം പരിശ്രമങ്ങൾ ചെയ്യുന്ന മറ്റൊരു കളിക്കാരൻ CSKക്ക് ജാമി ഓവർട്ടണെ പോലെ വേറൊരാളില്ല. അത് CSK ആരാധകർക്കും അറിയാം. കാരണം അവരുടെ രക്ഷകനെ നഷ്ടപ്പെട്ട ഒരു ഫീലിലാണ് ഈ ഒരു ഇഞ്ചുറി വാർത്ത അവർ വളരെ വിഷമത്തോടു കൂടി സ്വീകരിക്കുന്നത്. CSKക്ക് പ്ലേ ഓഫ് സാധ്യതകൾ മങ്ങി എന്ന് വരെ ആരാധകർ പറയാൻ തുടങ്ങി. എല്ലാവിധ ഹോപ്പും പോയി. കാരണം ജാമി ഓവർട്ടന്റെ ഒരു സാന്നിധ്യം അത്രത്തോളം വലുതായിരുന്നു. നിർണായകമായ പ്ലേ ഓഫ് പോരാട്ടങ്ങൾ പടിവാതിൽക്കലെത്തി നിൽക്കെ ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാമ്പിൽ വീണ്ടും ആശങ്കയുടെ നിഴൽ വീണിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ സീസണിലെ CSKയുടെ വജ്രായുധം തന്നെയാണ് ഇംഗ്ലീഷ് ഓൾറൗണ്ടർ ജാമി ഓവർട്ടൺ. അദ്ദേഹം ഇപ്പോൾ പരിക്കേറ്റ് നാട്ടിലേക്ക്, അതായത് ലണ്ടനിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. മഞ്ഞപ്പടയ്ക്ക് ഇതിലും വലിയൊരു തിരിച്ചടി കിട്ടാനില്ല. സഞ്ജു ഉണ്ട്, അല്ലെങ്കിൽ ഋതുരാജ് ഉണ്ട്, ഉർവിൽ പട്ടേൽ ഉണ്ട്, ഇനി ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ജാമി ഓവർട്ടണോളം വരില്ല. അത് CSK ആരാധകർക്കും അറിയാം. സഞ്ജു സാംസണിന് പോലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരനാണ് ജാമി ഓവർട്ടൺ. കാരണം CSKക്ക് വേണ്ടി അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നത് സഞ്ജു നേരിട്ട് കണ്ടിട്ടുണ്ട്. നിർണായകമായ സമയത്താണ് കഴിഞ്ഞ കളികളിലെല്ലാം ജാമി ഓവർട്ടൺ ഒരു രക്ഷകനായി അവതരിച്ചത്. തോറ്റുപോകുമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരു രക്ഷകന്റെ റോളിൽ ജാമി ഓവർട്ടൺ ആണ് എത്താറുള്ളത്. മാത്രമല്ല, ജാമി ഓവർട്ടൺ പറയാറുണ്ട്, തൻ്റെ നാടായ ഇംഗ്ലണ്ടിൽ പോലും തൻ്റെ പേര് ഒരു മന്ത്രം പോലെ ചാൻഡ് ചെയ്ത് ആരാധകർ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ CSKയുടെ മത്സരത്തിനിറങ്ങുമ്പോൾ, ചെപ്പോക്കിലിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ CSK ആരാധകരുള്ള എവിടെയായാലും കളിക്കാൻ ഇറങ്ങുമ്പോൾ ജാമി ഓവർട്ടന്റെ പേര് ഗാലറികളിൽ പ്രകമ്പനം തീർക്കാറുണ്ട്, തരംഗമാവാറുണ്ട്. ഈ സ്നേഹം എനിക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് അത്രത്തോളം നെഞ്ചോട് ടീമിനെ ചേർത്ത് വെച്ച ഒരു കളിക്കാരനാണ് ജാമി ഓവർട്ടൺ. സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. ഒരു CSK ആരാധകൻ എന്ന നിലയിൽ ജാമി ഓവർട്ടൺ ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം പ്രിയപ്പെട്ട, അത്രത്തോളം വൈകാരികമായ ഒരു തലത്തെ തൊട്ടുണർത്തുന്ന, എന്നൊക്കെ വളരെ ആലങ്കാരികമായി പറയാം, രോമാഞ്ചം നൽകുന്ന ഒരു കളിക്കാരനാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചടി ലക്നൗ സൂപ്പർ ജയൻസുമായിട്ടുള്ള മത്സരത്തിന് ഇറങ്ങുമ്പോൾ CSKക്ക് വളരെ ഗുരുതരമായി തന്നെ പ്രതിഫലിക്കുമോ എന്ന് കണ്ടറിയാം. അതായത് വലതു തുടക്കേറ്റ പരിക്കാണ് ജാമി ഓവർട്ടണ് വില്ലനായത്. അദ്ദേഹം പ്രാക്ടീസ് സെഷനിലായിരുന്നു. അപ്പോൾ വലത് തുടക്കേറ്റ പരിക്കാണ് ഇപ്പോൾ ജാമി ഓവർട്ടനെ ഇഞ്ചുറി ആയിട്ട് പുറത്തേക്ക് നിർത്തിയത്. വിദഗ്ധ ചികിത്സയ്ക്കായി താരം UK മടങ്ങിയതായി ഫ്രാഞ്ചൈസി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. സീസണിൽ കേവലം 1.5 കോടിക്ക്, വെറും 1.5 കോടിക്കാണ് ജാമി ഓവർട്ടൺ എടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കണം. 10, 14, 15 കോടിക്കടുത്ത് അവന്മാർ കിടന്ന് മെഴുകുകയാണ് CSKയിൽ. അതൊക്കെ പറയുമ്പോൾ ഇങ്ങനെ അരിശം വരികയാണ് സുഹൃത്തുക്കളെ. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വർഗമാണ് ജാമി ഓവർട്ടൺ.
എന്തൊരു മുത്താണ് ജാമി ഓവർട്ടൺ. വെറും 1.5 കോടി രൂപയ്ക്ക് ലേലത്തിലെടുത്ത ഓവർട്ടൺ ഒരു സാധാരണ താരമായ ടീമിലെത്തി പിന്നീട് കോടികളുടെ മൂല്യമുള്ള താരങ്ങളെക്കാൾ പ്രകടനം പുറത്തെടുത്ത് CSKയുടെ അണ്ടർ റേറ്റഡ് ഹീറോ ആയി. പക്ഷേ ആരാധകരുടെ നെഞ്ചിൽ അതൊരു ഗാർഡിയൻ തന്നെയാണ്. ദ ഗാർഡിയൻ ഓവർട്ടൺ, ദ ബിഗ് വാൾ എന്നൊക്കെ ദ്രാവിഡിനെ വിളിച്ചതുപോലെ CSKയുടെ ആരാധകർക്ക് ദ ബിഗ് വാൾ ആണ് ജാമി ഓവർട്ടൺ. 11 മത്സരങ്ങളിൽ നിന്നായി 14 വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയത്. ഈ 14 വിക്കറ്റുകളും ദ ക്രൂഷ്യൽ വിക്കറ്റ്സ് ആണ്. അല്ലാതെ ചുമ്മാ ഒരു വിക്കറ്റ് വന്ന് എടുത്തിട്ട് പോകുന്ന ആളല്ല. ഏതെങ്കിലും അവസാനത്തെ കളിക്കാരെയൊക്കെ ലാസ്റ്റ് ഓവറുകളിൽ വന്ന് വിക്കറ്റ് എടുക്കുക, അതൊന്നുമല്ല. ക്രൂഷ്യൽ വിക്കറ്റ്സ്. കഴിഞ്ഞ കളിയിലെ മാൻ ഓഫ് ദ മാച്ച് ആയത് എന്തിനാണെന്നുള്ളത് കളി കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ടോപ്പ് നോച്ച് ഫോമിലായിരുന്ന ഇംഗ്ലീഷിനടക്കം വിക്കറ്റ് എടുത്തത് ആ ഒരൊറ്റ ഓവറാണ് കളി മാറ്റിയത് ജാമി ഓവർട്ടന്റെ. അദ്ദേഹം തകർപ്പൻ ശരാശരിയിൽ തകർപ്പൻ ബാറ്റിങ്ങും കൈമുതലായുള്ള ഒരു കളിക്കാരനാണ്. അതായത് നിർണായക സമയത്ത് ഇനി 10 ബോളിൽ 30 റൺസ് വേണം എന്നുണ്ടെങ്കിലും ജാമി ഓവർട്ടൺ ആണെങ്കിൽ ടീം ജയിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. കാരണം അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട്, പാഷനേറ്റ് ആയിട്ട്, എനർജറ്റിക് ആയിട്ടാണ് CSKക്ക് വേണ്ടി അദ്ദേഹം കളിക്കുന്നത്. ഇംഗ്ലണ്ട് ടീം പോലും ഇത്രയധികം ഒരു പ്രാധാന്യം അവരുടെ ടീമിൽ ജാമി ഓവർട്ടൺ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ലക്നൌവിനെതിരെ ചെന്നൈ നേടിയ 5 വിക്കറ്റ് വിജയത്തിൽ നിർണായകമായത് ഓവർട്ടന്റെ പ്രകടനമായിരുന്നു. 4 ഓവറിൽ 37 റൺസ് വഴങ്ങി ജോഷ് ഇംഗ്ലീഷ്, ഋഷഭ് പന്ത്, അക്ഷത് രഘുവംശി എന്നിവരുടെ വിക്കറ്റുകളാണ് അദ്ദേഹം പിഴുതത്. ഞാൻ പറഞ്ഞില്ലേ എത്രത്തോളം നിർണായകമാണ് ഈ വിക്കറ്റുകൾ. അദ്ദേഹം പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരവും നേടിയെടുത്തു. ഡാറ്റ മോഡലുകൾ പ്രകാരം ഈ ഒരൊറ്റ മത്സരത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനം മാത്രം ഏകദേശം 1 കോടിയിലേറെ രൂപയുടെ മൂല്യമുള്ളതാണ്. ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന്റെ ആകെ വരുമാനം 1.5 കോടി. ഈ ഒരു പ്രകടനം മാത്രം 1 കോടി രൂപയുടെ മൂല്യമുള്ളതാണ്. പന്തിൽ മാത്രമല്ല ബാറ്റിങ്ങിലും ജാമി ഓവർട്ടൺ ഈ സീസണിൽ കരുത്തു തെളിയിച്ചിട്ടുണ്ട്. 160 സ്ട്രൈക്ക് റേറ്റിൽ 136 റൺസാണ് താരം അടിച്ചത്. വല്ലപ്പോഴുമൊക്കെ ബാറ്റിംഗ് കിട്ടുള്ളൂ. കിട്ടുമ്പോഴൊക്കെ ആ അവസരം ടീമിന് വേണ്ടി ഉപയോഗിക്കുക. കാരണം ടീം തോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരാളെ നമുക്ക് ഡഗ് ഔട്ടിലോ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂമിലോ കാണാൻ സാധിക്കുമെങ്കിൽ അത് ജാമി ഓവർട്ടൺ ആയിരിക്കും. കാരണം അത്രത്തോളം വൈകാരികമാണ് CSK എന്നാൽ അദ്ദേഹത്തിന്. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 18 റൺസിന് 4 വിക്കറ്റ് വീഴ്ത്തിയതാണ് സീസണിലെ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം. 10 മത്സരങ്ങൾ കഴിയുമ്പോൾ CSKക്ക് ഏകദേശം 10 കോടി രൂപയുടെ അധിക ലാഭം, അതായത് ഇമ്പാക്റ്റ് പ്രോഫിറ്റ് നൽകിയ ഓവർട്ടന്റെ അഭാവം ടീമിനെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം. അതെ. കാരണം ഇത്രത്തോളം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ, ഒരു ഉടമയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഫ്രാഞ്ചൈസിയെ സംബന്ധിച്ചിടത്തോളം, ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ഇതിനു മുമ്പ് CSKക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. പരിക്കുകളുടെ ഒരു നീണ്ട പട്ടിക തന്നെ ഈ സീസണിൽ ചെന്നൈ വേട്ടയാടുന്നുണ്ട്. വളരെ ശരിയാണ്. പരിക്കുകൾ എന്ന് പറഞ്ഞാൽ ചെന്നൈയുടെ കൂടപ്പിറപ്പായ ഒരു സീസണാണ് നമ്മൾ ഈ കാണുന്നത്. നേതൻ എല്ലിസ് സീസണിന് മുമ്പേ പുറത്തായപ്പോൾ ഖലീൽ അഹമ്മദ്, ആയുഷ് മാത്ര എന്നിവരും പരിക്കിന്റെ പിടിയിലായി. ടീമിലെ ഇതിഹാസ താരം MS ധോണിയും ഓസ്ട്രേലിയൻ പേസർ സ്പെൻസർ ജോൺസണും പരിക്കുകൾ മൂലം ഈ സീസണിൽ ഇതുവരെ കളത്തിലിറങ്ങിയിട്ടില്ല. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ പാദത്തിന് ഒടിവ് സംഭവിച്ച രാമകൃഷ്ണ ഘോഷിന് പകരം കർണാടക ഓൾറൗണ്ടർ മാക്നീൽ നൊറോണയെ ടീമിലെടുത്താണ് CSK ഇപ്പോൾ നിലവിൽ പിടിച്ചു നിൽക്കാൻ ഒരുങ്ങുന്നത്. അതൊരു നല്ല ടാക്ടിക്സ് മൂവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു പ്ലെയർ, അതായത് മാക്നീൽ നൊറോണ, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഉജ്ജ്വല ഓൾറൗണ്ടറാണ്. അത്യാവശ്യം ബോളും ചെയ്യും, പക്ഷെ ബാറ്റിങ് ഒരു രക്ഷയില്ല. കഴിഞ്ഞൊരു സീസൺ മത്സരത്തിൽ 10 കളികളിൽ നിന്നായി ഏകദേശം 1000-ലേറെ റൺസ് അടിച്ച അദ്ദേഹം 2 ട്രിപ്പിൾ സെഞ്ചുറി അടക്കം അടിച്ചിട്ടുണ്ട് ഒരു പരമ്പരയിൽ. അപ്പോൾ അതൊക്കെ മുതൽക്കൂട്ടാണ്. പക്ഷേ CSKയുമായിട്ട് സെറ്റ് ആവുമോ എന്നുള്ളത് കണ്ടറിയണം. നിലവിൽ 11 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുമായി പട്ടികയിൽ 5ാം സ്ഥാനത്തുള്ള ചെന്നൈക്ക് പ്ലേ ഓഫ് ഉറപ്പാക്കാൻ വരും മത്സരങ്ങളിൽ വലിയ പോരാട്ടം തന്നെ കാഴ്ചവെക്കേണ്ടി വരും. പുറത്തെടുക്കുന്ന പഴയ തന്ത്രത്തിലൂടെ ഓവർട്ടനെ പോലൊരു താരത്തെ കണ്ടെത്തിയെങ്കിലും നിർണായക ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ ചെന്നൈയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചേക്കാം. ഓവർട്ടനെ പോലെ ഒരു ഫൈൻഡിങ് ചെന്നൈ സൂപ്പർ കിങ്സ് നടത്തിയത് ഒരു വലിയ ഉണർവ് നൽകിയെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഭാവം അത് ടീമിൽ ആകെ ചർച്ചയായിരിക്കുകയാണ്. സഞ്ജു സാംസണൊക്കെ വളരെ വിഷമത്തിലാണ്.
ജാമി ഓവർട്ടൺ പോകുന്ന വാർത്തകൾ കേട്ട് സഞ്ജു സാംസണിൻ്റെയൊക്കെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. സഞ്ജു വളരെ വിഷമത്തിലാണ്. അതുപോലെ ഋതുരാജ് ഗെയ്ക്വാദ്, ബാക്കിയുള്ളവർക്കെല്ലാം ജാമി ഓവർട്ടൺ എത്രത്തോളം ഒരു പ്രിയപ്പെട്ട ബ്രദറാണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു യാത്രയപ്പാണ് ജാമി ഓവർട്ടൺ നൽകിയത്. അധികം ആഡംബരങ്ങളൊന്നുമില്ലാതെ ആ എയർപോർട്ടിലൂടെ തൻ്റെ നാട്ടിലേക്ക് മടങ്ങുന്ന ജാമി ഓവർട്ടൺ വളരെ സാധാരണക്കാരനായി മടങ്ങുന്ന ജാമി ഓവർട്ടനെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വളരെ വിഷമങ്ങളുണ്ടെന്ന് ആ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കർമ്മം അത് പൂർത്തിയാക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ജാമി ഓവർട്ടന് വേണ്ടി CSK, ഈ പറയുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന കംബാക്ക് സൂപ്പർ കിങ്സ് ഉറപ്പായും ഈ ഒരു വർഷം കപ്പ് തൂക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു CSK ആരാധകനാണ്, അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വിചാരിച്ചുള്ളൂ. പക്ഷേ ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്തൊരു ടീം ഈ IPL സീസണിൽ വേറെ ഇല്ല. പരിക്കുകളും അതുപോലെ തന്നെ ഒരുപാട് അപഹാസങ്ങളും ഒരുപാട് കാര്യങ്ങളും നേരിട്ട്, ഇപ്പോൾ ധോണി ഇറങ്ങാത്തതിലുള്ള പരിഹാസങ്ങൾ വേറെ, അങ്ങനെ എല്ലാം നേരിട്ട ഒരു ടീമും ഇപ്പോൾ ഈ IPL സീസണിൽ കപ്പ് ഉയർത്തിയാൽ, ഈ IPL കിരീടം ഉയർത്തിയാൽ അതൊരു ചരിത്രമായിരിക്കും. എന്തായാലും ജാമി ഓവർട്ടൺ പരിക്കുകളെല്ലാം മാറി ശക്തമായി തന്നെ തിരിച്ചു വരട്ടെ. എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. എന്തായാലും ഈ ഒരു കണ്ടന്റ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാവി എന്താവും? ഹോപ്പ് നഷ്ടപ്പെടാൻ ഒരു കാരണമാകുമോ ജാമി ഓവർട്ടന്റെ ഈ പരിക്ക്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ചെന്നൈ കപ്പടിക്കുമോ എന്നും കൂടി ഞാൻ ചോദിക്കുകയാണ്. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.